പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരുണ്ടടാ കുഞ്ഞെ നീതിമാന്? എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരില്ലേ വചനം പറഞ്ഞു. അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരുത്തൻ പോലും നീതിമാന്മാരില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തെ തള്ളിക്കളഞ്ഞവരാണ്. പക്ഷെ അത് യേശുക്രിസ്തുവിന്റെ ക്രൂശിന് മുമ്പുള്ള വചനമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നത് ഒരുത്തൻ പോലും നീതിമാന്മാരല്ലാത്ത എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് നമ്മളെ തന്റെ രക്തം കൊണ്ട് കഴുകി നീതിമാന്മാരും നിർമ്മലന്മാരുമാക്കി ഇടർച്ചയില്ലാത്തവരായിട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ യോഗ്യരാക്കി തീർക്കേണ്ടതിനത്രേ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ താണ് ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയച്ചത്. ആ ഒരു വിഷയം മാത്രം പറയും. നിങ്ങൾ കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും, നിങ്ങൾ തള്ളിയാലും തള്ളിയില്ലെങ്കിലും, പ്രിയപ്പെട്ട നിങ്ങൾ ഞങ്ങളെ ദേശത്ത് ഓടിച്ചാലും എന്ത് പറഞ്ഞാലും സത്യം ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തു നാളെ മടങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്താണ്, ഇന്നല്ല ലോകാവസാന ദിവസം യേശുക്രിസ്തു മുമ്പിൽ നിങ്ങളുടെ കണക്ക് തീർക്കണം. എല്ലാവരും തീർക്കണം പ്രിയപ്പെട്ടെ. ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞ പുരോഹിതന്മാർ ധൂപപ്രാർത്ഥന ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ ഒരൊറ്റ മനുഷ്യനും ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല.